ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു. കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ നൽകിയ ഹർജിയെന്ന് പ്രതി PP ദിവ്യയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് K വിശ്വൻ ആരോപിച്ചു. ഹർജി പരിഗണിക്കുന്നത് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഈ മാസം 23-ാം തീയതിയിലേക്ക് മാറ്റി. യഥാർത്ഥത്തിൽ തികച്ചും പരീക്ഷണാടിസ്ഥാനത്തിൽ സമർപ്പിച്ച ഒരു ഹർജി മാത്രമാണത്. ഇത് സംബന്ധിച്ച് ഈ കേസ് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 2 തവണ പരിശോധിക്കുകയും അതിനുശേഷം സുപ്രീം കോടതിയിൽ അഡ്മിഷൻ പോലും കിട്ടാത്ത നിലയിലുള്ള കേസുകളാണ്. അപ്പോൾ ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഈ ഹർജി സമർപ്പിച്ചിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ ഞങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. തുടരന്വേഷണ ഹർജി ഒരു തരത്തിലും നിലനിൽക്കാത്തതാണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അവരുന്നയിച്ച പല വിഷയങ്ങളെ സംബന്ധിച്ചും അന്വേഷണ സംഘം പരിശോധന നടത്തുകയും അത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. വസ്തുതകൾ പരിശോധിച്ചാൽ തന്നെ ഈ PP ദിവ്യയുടെ നിരപരാധിത്വം വെളിവാകുന്നു എന്നുള്ള ആശങ്കയിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭയപ്പാടിലാണ് ഇങ്ങനെ ഒരു ഹർജി കൊടുത്തിട്ടുള്ളത്. കുടുംബം നൽകിയ ഹർജിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളതാണ്. ഈ റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്? ഇപ്പോൾ PP ദിവ്യയുടെ അഭിഭാഷകൻ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി മാത്രം നൽകിയ ഹർജി എന്ന് ആരോപിക്കുമ്പോഴും ആ റിപ്പോർട്ടിൽ എന്തെല്ലാം പറയുന്നുണ്ട്? സ്മിത, അതായത് തുടരന്വേഷണം എന്നൊരാവശ്യം അത് ഹർജിയായി കണ്ണൂർ കോടതിയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം നൽകാനുള്ള കാരണം അതായത് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം അത് കൃത്യമായല്ല നടന്നത്. അതിൽ ഈ പ്രതിയായിട്ടുള്ള PP ദിവ്യയെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഈ അവരുടെ കുറ്റപത്രത്തിൽ, അന്വേഷണ സംഘത്തിൻ്റെ കുറ്റപത്രത്തിൽ തന്നെ ഉണ്ട് എന്നതായിരുന്നു ഈ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. അതായത് ചില മൊഴികൾ, ജില്ലാ കളക്ടറുടെ ഉൾപ്പെടെയുള്ള ചില മൊഴികൾ, അതോടൊപ്പം ഈ ഡിജിറ്റൽ തെളിവുകളൊന്നും കൃത്യമായി ശേഖരിച്ചില്ല. നേരത്തെ ഉന്നയിച്ചിട്ടുള്ള ചില ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, വലിയ ബിനാമി ഇടപാടുകളുണ്ട്. അങ്ങനെ വിശാല തലത്തിലുള്ള ഒരു അന്വേഷണം ഇതിൽ നടന്നിട്ടില്ല. കൃത്യമായ പഴുതുകളുള്ള, പ്രതിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു കുറ്റപത്രമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിലൊരു തുടരന്വേഷണം വേണം എന്ന ഹർജി നവീൻ ബാബുവിൻ്റെ കുടുംബം നൽകിയത്. ഹർജി ഇന്ന് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിച്ചതിന് ശേഷം അതിൽ PP ദിവ്യ ഈ ഹർജി എതിർത്ത് രംഗത്ത് വന്നു. അതായത് കോടതിയിൽ അത്തരത്തിലുള്ള ചില വാദങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. നേരത്തെ ഹൈക്കോടതിയും സുപ്രീം കോടതി ഉൾപ്പെടെ തള്ളിക്കളഞ്ഞിട്ടുള്ള വാദങ്ങളാണ് വീണ്ടും ഈ ഹർജിയിൽ പറയുന്നത്. നിലവിൽ ഈ കേസ് തന്നെ റദ്ദാക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരമൊരു ഹർജി നൽകുന്നത്. പഴയ വാദങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. അത് ഈ കേസ് അനന്തമായി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹർജി സമർപ്പിച്ചത് എന്നതാണ് ഈ പ്രതിഭാഗം പറയുന്നത്. അതിൽ മറ്റെന്തെങ്കിലും ഒരു കഴമ്പില്ല എന്ന് പറയുന്നു. 23-ാം തീയതിയിലേക്കാണ് ഈ കേസ് ഇപ്പോൾ ഹർജി മാറ്റിയിട്ടുള്ളത്. അന്ന് പ്രോസിക്യൂഷൻ്റെയും അതോടൊപ്പം തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ഉൾപ്പെടെ വാദം കേൾക്കും. വിശദമായ വാദം അന്നുണ്ടാവും. പോലീസ് നൽകിയിട്ടുള്ള റിപ്പോർട്ടിലും ഇതിൽ കൃത്യമായ അന്വേഷണമാണ് നടന്നിട്ടുള്ളത്. കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്, ശാസ്ത്രീയമായ അന്വേഷണം നടന്നിട്ടുണ്ടെന്നാണ് പോലീസും ഉന്നയിക്കുന്ന വാദം. എന്തായാലും ഇതിൽ വിശദമായ ഒരു വാദത്തിന് ശേഷമായിരിക്കും കോടതി ഒരു തീർപ്പിലേക്ക് എത്തുക. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഈ മാസം 23-ാം തീയതിയിലേക്കാണ് ഈ കേസ് മാറ്റിയിട്ടുള്ളത്. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.